ഗാബ ടെസ്റ്റിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സമനില ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഒഫീഷ്യലായിട്ട് സമനിലയിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഇനി ഈ ടെസ്റ്റ് സമനിലയാകുന്നതിൽ നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂല. തീർച്ചയായിട്ടും സമനില ആക്കിയ സമയത്ത് തന്നെ, അല്ലെ ഇന്ത്യ ഫോളോ ഓൺ മറികടന്ന ആ സമയത്ത് തന്നെ ഗൗതം ഗംഭീറിന്റെയും രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ ആഹ്ലാദം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ സമനില ആ ടീമിന് എത്രത്തോളം വേണ്ടുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ ടെസ്റ്റിൽ കഷ്ടപ്പെട്ടിട്ടൊരു സമനില നേടിയെടുക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് അത് ടീമിന്റെ മൊറാൽ ഉയർത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് 2021 ബോഡഗാവസ്കർ ട്രോഫിയിൽ നമ്മൾ സിഡ്നിയിൽ ഇതേപോലെ ഒരു സമനില പിടിക്കുന്നുണ്ട്, അശ്വനും അനുമാൻ വിഹാരിയും കൂടിയിട്ട്. അന്ന് ജഡേജയ്ക്ക് പരിക്കായിരുന്നു, ജഡേജ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു സമനില നമ്മൾ അന്ന് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഗാബയിൽ പോയിട്ട് നല്ല രീതിയിൽ ജയിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമനിലയ്ക്ക് ടീമിന്റെ സ്പിരിറ്റ് അല്ലെങ്കിൽ ടീമിന്റെ മൂഡ് ലിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ വിധത്തിലുള്ള ഒരു ശേഷിയുള്ള ഒരു സമനിലയാണ് ഇന്ത്യൻ ടീം ഇന്ന് നേടിയെടുത്തത്. നമുക്ക് ഇന്ത്യ എങ്ങനെ ഇത്തരത്തിലൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സമനില നേടിയെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഇന്ന് ഇന്ത്യ നേരിട്ട ആദ്യത്തെ പന്തിൽ തന്നെ ഇന്ത്യക്ക് വിക്കറ്റ് നഷ്ടപ്പെടേണ്ടതായിരുന്നു. KL രാഹുലിന്റെ ഒരു അബ്സല്യൂട്ട് ലോലിപോപ്പ് എന്ന് പറയുന്ന ഒരു ക്യാച്ച് നമ്മുടെ സ്റ്റീവൻ സ്മിത്ത് വിട്ടുകളയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ത്യക്ക് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വിക്കറ്റ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടേതാണ്. സ്വാഭാവികമായിട്ട് രോഹിത് ശർമ്മ ഈ സീരീസിലെ മറ്റ് ഇന്നിങ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് കുറച്ചുകൂടി ക്രീസിൽ കംഫർട്ടബിൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടെക്നിക്കിൽ നല്ല ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗാർഡ് എടുത്തിട്ടുള്ളത് ലെഗ് സ്റ്റമ്പിലാണ്. ലെഗ് സ്റ്റമ്പിൽ ഗാർഡ് എടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ LBW ബോൾഡ് എന്നുള്ള ഒരു രീതി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു ലൂസ് ഷോട്ടിലാണ് രോഹിത് ശർമ്മ ഇന്ന് പുറത്തു പോയിട്ടുള്ളത് നമുക്ക് പറയേണ്ടി വരും. എന്നാലും അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഇന്ന് കളിച്ചു എന്നുള്ള കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. 10 റൺസേ വന്നിട്ടുള്ളെങ്കിലും KL രാഹുലുമായിട്ട് ഒരു 30 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ KL രാഹുലുമായിട്ട് 30 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് 57 പന്തുകൾ കളിക്കാൻ വേണ്ടിയിട്ട് ഈ സഖ്യത്തിനായി എന്നുള്ളതും വലിയ ഒരു കാര്യമാണ്. നമ്മളെല്ലാത്തിൻ്റെയും പോസിറ്റീവായിട്ട് കാണണം, എല്ലാ കാര്യം ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല ആർക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ പാർട്ട്ണർഷിപ്പും വളരെ മികച്ചതായിരുന്നു. രോഹിത് ശർമ്മ ഒരു വലിയ ഇന്നിങ്സ് കളിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. അങ്ങനെ KL രാഹുലും രോഹിത് ശർമ്മയും കൂടി തുടക്കത്തിൽ 2-3 ബൗണ്ടറി അടിച്ചിട്ട് നല്ല രീതിയിൽ തുടങ്ങിയെങ്കിൽ പോലും രോഹിത് ശർമ്മ പെട്ടെന്ന് 10 റൺസ് എടുത്തിട്ട് പുറത്താവുന്നുണ്ട്. ആ ഒരു സമയത്ത് പാറ്റ് കമ്മിൻസിന്റെ ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഓസ്ട്രേലിയൻസ് വിചാരിച്ചത് ഇന്ത്യ പെട്ടെന്ന് ബണ്ടിൽഡ് ഔട്ട് ആവുമെന്നാണ്. പക്ഷേ അവിടെയാണ് ശരിക്കും ഇന്ത്യൻ റെസിലിയൻസിന്റെ ഒരു കഥ തുടങ്ങുന്നത്. പിന്നെ KL രാഹുലിന് കൂട്ടായിട്ട് രവീന്ദ്ര ജഡേജയാണ് ക്രീസിലേക്ക് വന്നിട്ടുള്ളത്. ഗൗതം ഗംഭീർ ജഡേജയെ ഈ ടെസ്റ്റിന് കളിപ്പിക്കുന്ന സമയത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ടെസ്റ്റിൽ ജഡേജ കളിക്കുന്നത് ജഡേജയുടെ ബാറ്റിങ്ങിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം. അത് എക്സാക്ട്ലി ജഡേജ പ്രൂവ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. പാറ്റ് കമ്മിൻസിനെ മിച്ചൽ സ്റ്റാർക്കിനെ ഒക്കെ വളരെ ധൈര്യത്തോടു കൂടി ജഡേജ നേരിട്ടു. ജഡേജ വളരെ ഇൻക്രെഡിബിൾ ആയിട്ട് കളിച്ചു. ജഡേജയാണ് ഇന്നത്തെ ഇന്ത്യയുടെ പില്ലർ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റും. ജഡേജയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ്, സമീപകാലത്ത് അദ്ദേഹം കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഇന്നിങ്സ് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ സേന കൺട്രിയിൽ അദ്ദേഹത്തിന്റെ നല്ല ഫോം അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിലൊക്കെ ഈ രവീന്ദ്ര ജഡേജയ്ക്ക് നല്ലൊരു ആവറേജ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് ആണ് ഇന്ന് ഇന്ത്യയെ രക്ഷിച്ചിട്ടുള്ളത്. ഒരു ടെസ്റ്റിൽ നിന്ന് KL രാഹുൽ പുറത്തേക്ക് പോയല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോയതിനു ശേഷം മുംബൈ ടെസ്റ്റിൽ കളിച്ചിട്ടില്ല. അപ്പോൾ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിൽ സിമെന്റ് ട്രാക്ക് പോലുള്ള ഒരു പിച്ച് അഭിഷേക് നായർ എപ്പോഴും KL രാഹുലിനെയും ധ്രുവ് ബൗൺസർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, അതേപോലെ ഷോർട്ട് ബോൾ പ്രാക്ടീസ് ചെയ്യും, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ആ ഒരു പ്രാക്ടീസിന്റെ ഗുണമാണ് ശരിക്ക് ഇന്ന് KL രാഹുലിന് ഓസ്ട്രേലിയയിൽ കിട്ടുന്നത് നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും കംപ്ലീറ്റ് ക്രെഡിറ്റ് പോകുന്ന KL രാഹുൽ തന്നെയാണ്. കാരണം അദ്ദേഹം എന്തിലൂടെയാണ് കടന്നുപോയത് നമുക്കറിയാം. ടീമിൽ കൃത്യമായിട്ടുള്ള സ്ഥാനം ഉണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്ക് ഉറപ്പില്ലാത്തൊരു ഘട്ടത്തിൽ വന്നിട്ട് ഈ സീരീസ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. അതിന് അദ്ദേഹത്തിന് സാധിച്ചു. അത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഒന്നും കൊണ്ടാണ് പിരിഞ്ഞു. പിന്നീട് വന്നിട്ടുള്ള നിതീഷ് റെഡ്ഡി നന്നായിട്ട് ജഡേജ സപ്പോർട്ട് ചെയ്തതോടുകൂടി ആ പാർട്ട്ണർഷിപ്പ് ഏകദേശം 53 റൺസിലേക്ക് എത്തി. അങ്ങനെ 53 റൺസിലേക്ക് എത്തിയിട്ടുള്ള ആ പാർട്ട്ണർഷിപ്പ് ഇന്ത്യയെ ഒരു വിധത്തിൽ ഫോളോ ഓൺ മറികടപ്പിക്കുമെന്ന് തോന്നിയ സമയത്താണ് ഇന്ത്യക്ക് പെട്ടെന്ന് 2 വിക്കറ്റുകൾ നഷ്ടമാകുന്നത്. അത് നിതീഷ് കുമാർ റെഡ്ഡിയുടെയും
അതേപോലെ തന്നെ മുഹമ്മദ് സിറാജിൻ്റെയും രവീന്ദ്ര ജഡേജയുടെയും വിക്കറ്റ് പെട്ടെന്ന് നഷ്ടമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്ന് എല്ലാവരും പറയുന്ന വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ബുംറയുടെയും ആകാശ്ദീപിൻ്റെയും ഒക്കെ പാർട്ട്ണർഷിപ്പ് വരുന്നത്. ആകാശ്ദീപ് ജഡേജ സഖ്യം 39 റൺസാണ് നേടിയിട്ടുള്ളത്. അതിൽ 27 റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആകാശ്ദീപാണ്. ആകാശ്ദീപ് ഇത്ര നന്നായിട്ട് ബാറ്റ് ചെയ്യുമെന്ന് ടീം മാനേജ്മെന്റിന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ആകാശ്ദീപിന്റെ ബാറ്റിംഗ് കാപ്പബിലിറ്റിയെ കുറിച്ചിട്ട് മാനേജ്മെന്റിന് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒരിക്കലും മുഹമ്മദ് സിറാജിനെ ആകാശ്ദീപിന് മുമ്പിലായിട്ട് ഒരിക്കലും ഇറക്കില്ല. ആകാശ്ദീപ് ഇന്ന് ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ കൂടി ഞെട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിൽ. കാരണം അദ്ദേഹം ഡ്രൈവ് അടിച്ചിട്ടുണ്ട്, അതേപോലെ ഫ്ലിക്ക് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ എങ്ങനെയാണോ കളിക്കുന്നത് അതേപോലെ തന്നെയാണ് ആകാശ്ദീപ് ഇന്ന് കളിച്ചിട്ടുള്ളത്. ഒരുപാട് തവണ ബീറ്റൺ ആയെങ്കിൽ പോലും അദ്ദേഹം ക്രീസിൽ ചെലവഴിച്ചു എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇന്ത്യക്ക് എങ്ങനെയായാലും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെയാണ്. ബുംറയും ഒരുപാട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകാശ്ദീപിനെ. അങ്ങനെ കെ എൽ രാഹുലിന്റെയും രവീന്ദ്ര ജഡേജയുടെയും പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു കെ എൽ രാഹുലിന്റെയും രവീന്ദ്ര ജഡേജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആപ്ലിക്കേഷൻ അറ്റ് ദിസ് ലെവൽ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പാറ്റ് കമിൻസ് ആയിക്കോട്ടെ, നെയ്തൻ ലയോൺ ആയിക്കോട്ടെ, മിച്ചൽ സ്റ്റാർക്ക് ആയിക്കോട്ടെ, ഇവരെ 3 പേരെയും സമീപകാലത്ത് നന്നായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് കെ എൽ രാഹുലിനും അതേപോലെ തന്നെ രവീന്ദ്ര ജഡേജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 2021 രവീന്ദ്ര ജഡേജ ഇത്തരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സേന കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ള 2 ബാറ്റർമാർ, ഒന്ന് രവീന്ദ്ര ജഡേജയും 2 കെ എൽ രാഹുലാണ്. ഏകദേശം 38ഉം 37ഉമാണ് കെ എൽ രാഹുലിൻ്റെയും രവീന്ദ്ര ജഡേജയുടെയും സേന കൺട്രിയിലെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരായിട്ടുള്ള വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഇവരുടെ ആവറേജ് 8ഉം 9ഉം ഒക്കെയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തിരിയും ഇവർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് ഇവിടെയും തുടർന്ന് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. ഈ പാർട്ട്ണർഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ രണ്ടാമതും ബാറ്റ് ചെയ്യേണ്ടി വന്നേനെ. ജഡേജയുടെ ഇന്നിങ്സിനെ കുറിച്ചും കൃത്യമായിട്ടൊരു സ്പെഷ്യൽ മെൻഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 77 റൺസാണ് ജഡേജ അടിച്ചെടുത്തിട്ടുള്ളത്. ജഡേജ കളിക്കുന്നത് ഏകദേശം 2-3 ആഴ്ചകൾക്ക് ശേഷമാണ് നമുക്കറിയാൻ വേണ്ടി പറ്റും. ജഡേജയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് ബോൾ അറിയാൻ മാത്രമല്ല തീർച്ചയായിട്ടും എനിക്ക് ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബാറ്റ് ചെയ്യാനും കൂടി അറിയാമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായിട്ട് ലേറ്റ് ആയിട്ട് കളിക്കുക, എങ്ങനെയാണോ കെ എൽ രാഹുൽ ആ പിച്ചിൽ അപ്ലൈ ചെയ്ത് കളിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ രവീന്ദ്ര ജഡേജയുടെ ഭാഗത്തു നിന്ന് ആ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മെൽബണിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യയുടെ ഒന്നാമത്തെ സ്പിന്നർ ആരാന്നുള്ള ചോദ്യം കൂടി ജഡേജ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും രവീന്ദ്ര ജഡേജ ആയിരിക്കും. പിന്നെ ഓസ്ട്രേലിയയുടെ ബൗളിങ്ങിനെ കുറിച്ചും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ജോഷ് ഹേസൽവുഡ് ഫുള്ളി ഫിറ്റ് അല്ലാത്ത ജോഷ് ഹേസൽവുഡിനെ ഈ ഒരു മത്സരത്തിൽ എന്തിന് കളിപ്പിച്ചു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. സ്കോട്ട് ബോളൻഡ് കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് എറിഞ്ഞതല്ലേ, പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കളിപ്പിച്ചു എന്ന് എനിക്ക് അറിയില്ല. ജോഷ് ഹേസൽവുഡ് ഫുള്ളി ഫിറ്റ് അല്ല. 130, 125 ഒക്കെ എറിയുന്നുണ്ടായിരുന്നുള്ളൂ. മര്യാദയ്ക്ക് ഒന്ന് റണ്ണപ്പ് എടുക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതോടുകൂടി പാറ്റ് കമിൻസിനും അതേപോലെ മിച്ചൽ സ്റ്റാർക്കിനും ഒരുപാട് എക്സ്ട്രാ ലോഡ് എടുക്കേണ്ടി വന്നു. അത് ഇന്ത്യൻ ബാറ്റർമാർക്ക് കുറച്ചുകൂടി ഈസിയാക്കി തന്നു എന്നും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. മെൽബണിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് നല്ലൊരു സൂചന കൂടി ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതാണ് ആദ്യത്തെ 30 ഓവറെങ്കിലും ആദ്യത്തെ 3 ബാറ്റ്സ്മാൻമാർ കൂടിയിട്ട് ഈ ബൗളിംഗ് നിരയുടെ കളിക്കുകയാണെങ്കിൽ പിന്നെ ആ ബൗളിംഗ് നിരക്കെതിരെ ഇന്ത്യക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഇന്ന് ഇന്ത്യയുടെ ലോവർ ഓർഡർ കാണിച്ചിട്ടുണ്ട്. അത് തന്നെയായിരിക്കണം ഇന്ത്യയുടെ മെൽബണിൽ ആദ്യമായിട്ട് ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം. ഏത് കണ്ടീഷനാണെങ്കിലും ആദ്യത്തെ 3 ബാറ്റ്സ്മാൻമാർ ചേർന്നിട്ട് ഒരു 30 ഓവർ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ അർത്ഥത്തിലും. അതാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെൽബണിൽ ഇന്ത്യയുടെ സാധ്യത വർദ്ധിക്കുക തന്നെ ചെയ്യും. ഈ അറ്റാക്കിനെതിരെ ഇന്ത്യ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. 2018-ലും 2021-ലൊക്കെ നമ്മൾ റൺസ് സ്കോർ ചെയ്തിട്ടുള്ള അതേ പാറ്റ് കമിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ഹേസൽവുഡ് അറ്റാക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ അറ്റാക്കിനെതിരെ നമ്മൾ അന്ന് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതങ്ങനെ ചെയ്യണമെന്ന് ലോവർ ഓർഡർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് അതേപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത മത്സരത്തിൽ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം.